ഹായ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് സെമി. ഓക്കെ, ICC ചാമ്പ്യൻസ് ട്രോഫി 2025 ഫസ്റ്റ് സെമിയാണ്. ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയയാണ് കളി വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ സാധ്യതകൾ. ഇന്ത്യയുടെ ഈ ലൈനപ്പിൽ നമുക്ക് വിശ്വസിക്കാം. ഇന്ത്യ ലൈനപ്പ് കൊണ്ട് ഇന്ത്യ കപ്പെടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. അത് കാണാത്തവർക്ക് കയറി കാണാം. അപ്പോൾ അത് തന്നെയാണ് ഈ ന്യൂസിലൻഡുമായിട്ടുള്ള കളിക്ക് സംഭവിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഇന്ത്യയുടെ ഫസ്റ്റ് 3 വിക്കറ്റുകൾ ഗില്ല്, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി ഒരു 30 റൺസ് 35 റൺസ് ആയപ്പോൾ 3 വിക്കറ്റ് പോയി. ഒരു അത്യാവശ്യം ഒരു ട്രോമ സ്റ്റേജിലേക്ക് എത്തിയ ഇന്ത്യൻ ടീമിനെ ഞാൻ ഈ പറഞ്ഞ ലൈനപ്പ്, നമ്മൾ വിശ്വസിക്കുന്ന ഒരു ലൈനപ്പാണ് കരകയറ്റിയത്. ശ്രേയസ് അയ്യർ, നമ്മുടെ അസ്കർ പട്ടേൽ. ഓഫ് കോഴ്സ് അസ്കർ പട്ടേലിൻ്റെ ആ ഒരു വിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അസ്കർ പട്ടേലിൻ്റെ ബാറ്റിംഗ് ഓർഡറിൽ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പുള്ളി ഇന്ത്യക്ക് ഒരു അസറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് ആ ഒരു പാർട്ണർഷിപ്പ് അവിടെ വന്നു. ശ്രേയസ് അയ്യർ നന്നായിട്ട് കളിച്ചു, അഷ്കർ നന്നായിട്ട് കളിച്ചു. ഏകദേശം 100 മേൽ റൺസിൻ്റെ പാർട്ണർഷിപ്പ് അവിടെ വന്നു. ഇന്ത്യ ഏകദേശം സേഫ് ആക്കി ഇന്ത്യയുടെ സ്ഥാനം. പിന്നീട് വരുന്നത് KL രാഹുലാണ്, ഹാർദിക് പാണ്ഡ്യയാണ്, ജഡേജയാണ്. അപ്പോൾ ആ ഒരു വിശ്വാസതയുള്ള കുറച്ച് വിക്കറ്റുകളും കൂടി പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓക്കെ. റൺസിൽ ഇന്ത്യക്കൊരു ബേസിക് സ്കോർ സെറ്റ് ചെയ്യാം. എങ്ങനെ പോയാലും ഒരു 200-ന് താഴെ ഓൾ ഔട്ട് ആവുന്ന രീതി മാറ്റിയിട്ട് മിനിമം ഒരു 250, ഒരു 300 ആ ഒരു ബേസിക് സ്കോർ സെറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? ഹാർഡ് പിച്ചിലാണെങ്കിൽ പോലും. അപ്പോൾ അതൊരു വലിയ സംഭവമായിരുന്നു. അതുകൊണ്ടാണ് ആ കളി ഇന്ത്യ പിടിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇന്നത്തെ സാധ്യതകൾ എന്ന് പറയുമ്പോൾ ഗില്ല് ഒത്തിരി പ്രതീക്ഷയുള്ള താരമാണ് ഇന്നത്തെ കളിയിൽ. ഗില്ല് കളിച്ചെങ്കിൽ ഒത്തിരി കാര്യമാണ്. പിന്നെ രോഹിത് ശർമ്മയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. രോഹിത് ശർമ്മ ബാക്കിയുള്ളവരിലേക്ക് അവസരങ്ങൾ കൊടുക്കാണ്ട് രോഹിത് ശർമ്മ തന്നെ ഇന്നത്തെ കളിയുടെ പ്രത്യേകത, അധികം ആൾക്കാർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഫേസ് ബോളിംഗ് നിരയല്ല ഓസ്ട്രേലിയയുടേത്. അതിൽ കുറച്ചും കൂടി ക്ലാസ്, മാസ് ഇതെല്ലാം കൂടിയുള്ള അത്യാവശ്യം സ്വിംഗ് ബാറ്റിംഗ് ഒക്കെ കയ്യിലുള്ള ഒരാൾക്കേ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ ഒരാൾ യുവരാജ് സച്ചിനൊക്കെയാണ്. ഇപ്പോൾ അത് സ്ഥാനത്തുള്ളത് രോഹിത് ശർമ്മയാണ്. രോഹിത് ശർമ്മ 2020 അടിച്ച് നിരത്തിയതാണ് ഓസ്ട്രേലിയനെ. അപ്പോൾ രോഹിത് ശർമ്മ ഒരു 30-40 ഓവറുകളിൽ അവിടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാര്യം രോഹിത് ശർമ്മ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ഏകദിന വേൾഡ് കപ്പിൽ നമ്മൾ ഫൈനലിൽ ഓസ്ട്രേലിയയുടെ പരാജയപ്പെട്ടായിരുന്നു. പക്ഷേ അവിടെയും രോഹിത് ശർമ്മ നിന്ന സമയത്ത് ഇന്ത്യക്ക് ഭയങ്കര സ്കോറായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെയും അത് റിപ്പീറ്റ് ചെയ്യണമെന്ന് മാത്രമല്ല, അതിനേക്കാളും കുറേയും കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ചുകൂടി സമയം ക്രീസിൽ സ്പെൻഡ് ചെയ്യുകയും വേണം. പിന്നെ വിരാട് കോഹ്ലി എന്തായാലും കളിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഈ ക്വാളിറ്റി പ്ലെയേഴ്സ് എപ്പോഴും നല്ല ബോളിംഗ് നിരക്കെതിരെ എപ്പോഴും കളിക്കാറുണ്ട്. വിരാട് കോഹ്ലി കളിക്കും. എനിക്ക് പ്രതീക്ഷയില്ലാത്തത് ശ്രേയസ് അയ്യറിനെയാണ്. ഗില്ലിനെ അറിയില്ല, ഗില്ല് അത്യാവശ്യം കളിക്കുന്നതാണ്. പക്ഷേ ഗില്ല് ഇവർക്കെതിരെയൊക്കെ ഇപ്പോൾ കളിക്കുമെന്ന് അറിയില്ല. ഗില്ല് കളിച്ചാൽ ഇന്ത്യക്ക് ഒരു ബോണസ് പോയിന്റ് തന്നെയാണ്. ശ്രേയസും കളിച്ചാൽ ബോണസാണ്. അഷ്കർ പട്ടേൽ കളിക്കും. അഷ്കർ പട്ടേൽ ബാറ്റിംഗ് ഓർഡർ പ്രൊമോഷൻ കൊടുക്കണം. KL രാഹുലിന് ആ പൊസിഷൻ തന്നെയാണ് നല്ലത്. പിന്നെ ഹാർദിക് പാണ്ഡ്യ അവരൊക്കെ വരുമ്പോൾ ഒരു ടീം സെറ്റായി. ബോളിംഗ് നിര എപ്പോഴും ചലഞ്ച് തന്നെയാണ്. കാര്യം നമ്മുടെ ബോള് എപ്പോഴും നമുക്ക് പറ്റിയ ഒരു ഫാസ്റ്റ് ബോളർ നിലവിലില്ല. കാര്യം നമ്മൾ ഓസ്ട്രേലിയൻ കളിക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അവർ മിനിമം ഇത്ര കിലോമീറ്റർ സ്പീഡിലുള്ള ബോളേഴ്സിനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഏത് ബോൾ ചെന്നാലും അവർക്കൊരു വെല്ലുവിളി ആകാറില്ല. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മൾ എത്രയൊക്കെ വരച്ചെറിഞ്ഞാൽ അവർ ഈസിയായിട്ട് കളിക്കുന്നത് പലപ്പോഴും കാണാറുണ്ട്. പിന്നെ അതിനൊരു മാറ്റം കൊണ്ടുവന്നത് ശ്രീശാന്ത് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ സാധ്യതകൾ ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. നിലവിൽ ഞാൻ വിശ്വസിക്കുന്ന സാധ്യത ഇന്ത്യക്ക് തന്നെയാണ്. ഇന്ത്യയുടെ കളികളെല്ലാം UAE തന്നെയാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെതായ ഒരു ക്ലൈമറ്റ് ബേസിലുള്ള ഒരു അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് നിലവിൽ. അപ്പോൾ ഇതും കൂടി എടുത്തു കഴിഞ്ഞാൽ രോഹിത് ശർമ്മയ്ക്ക് തൻ്റെ പൊൻതൂവൽ 2 ആകും. ഒരു ധോണിയുടെ 3 ICC ട്രോഫി എന്നുള്ള അതിനൊപ്പം എത്തിയില്ലെങ്കിലും രോഹിത് ശർമ്മയ്ക്ക് കിട്ടിയ കുറച്ച് അംഗീകാരങ്ങൾ എന്ന് പറയുന്നത് ഒരു 2020 വേൾഡ് കപ്പ് എടുത്തു കഴിഞ്ഞു, ഏകദിന വേൾഡ് കപ്പിൽ ഫൈനലിൽ വന്നു, ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയും കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ജയിക്കുക, അടുത്ത ഫൈനലിലേക്ക് ആരെയാണ് വരുന്നത്, സൗത്ത് ആഫ്രിക്കയാണോ ന്യൂസിലൻഡാണോ, അവരടിക്കുക. അത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പോൾ ജയിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ സാധ്യതകളായിട്ട് എനിക്ക് തോന്നിയത്. ബൈ ബൈ.